ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഈവനിങ്ങിന് കുറച്ച് നൂഡിൽസ് തയ്യാറാക്കാം. നമ്മളിവിടെ മാഗിയുടെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള, ഒരു 2 സവാള ചെറുതായി കട്ട് ചെയ്ത്, ഒരു ക്യാരറ്റ്, കുറച്ച് മല്ലിയില, നമുക്കതിൻ്റെ ടേസ്റ്റ് മേക്കർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ നൂഡിൽസും പാക്കറ്റ് ഇതിലിടാം. പൊട്ടിച്ച് നമുക്കത് ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം. നമുക്കിത് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്താണ് ചെയ്യുന്നത്. നെയ്യ് കൂടുതൽ ചേർത്താൽ മതിയെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം. ഞാനിവിടെ നെയ്യും വെളിച്ചെണ്ണയും ഒരുമിച്ച് ചേർത്താണ് തയ്യാറാക്കുന്നത്. നമുക്കാദ്യം ടൊമാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ടൊമാറ്റോ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചു വിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കുരുമുളക് പൊടി കുറച്ചേറെ ആയാലും നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് തിരിച്ചു വിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ടൊമാറ്റോ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ തന്നെ സവാളയും വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയും ചേർത്ത് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറിൽ ഉപ്പുണ്ടായതുകൊണ്ട് നമുക്ക് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് മേക്കർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. കുട്ടികൾക്ക് ടേസ്റ്റ് മേക്കർ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾക്ക് ഇടേണ്ട ആവശ്യമില്ല. മുതിർന്നവർക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. കുട്ടികൾക്കാണെങ്കിൽ അത് ഇടാത്തതായിരിക്കും നല്ലത്. നമുക്കിതൊന്ന് നല്ലപോലെ വാട്ടിയെടുക്കാം. കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ക്യാബേജും കൂടെ ചേർക്കാം. ക്യാബേജും ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റി ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യും ചേർത്ത് നമ്മുടെ ക്യാരറ്റും കൂടെ ചേർത്ത് അതും കൂടെ കുറച്ച് വേവിച്ചെടുക്കാം. വെറുതെ അടച്ച് വേവിച്ചാൽ മതിയാവും, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ കുരുമുളക് നല്ലപോലെ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരി വേണമെങ്കിൽ 2 പച്ചമുളക് കൂടെ ചേർക്കാം. നമുക്കൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നൂഡിൽസും ചേർക്കാം. നൂഡിൽസും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് മേക്കർ കൊണ്ട് ചേർക്കാം. നമുക്ക് ആവശ്യം ഉള്ള അനുസരിച്ച് ചേർത്താൽ മതിയാവും. നല്ലപോലെ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടതില്ല. ടേസ്റ്റ് മേക്കർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. നൂഡിൽസ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആഹാരമല്ല എന്നാണ് പറയുന്നത്, പക്ഷെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പം നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊരു മുട്ടയും കൂടെ ചിക്കി ചേർക്കാം.
ഇതിൽ മുട്ട ചേർത്തിട്ടില്ല. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ദയവായി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക.